നമ്മുടെ കേരളത്തിലുള്ളവർക്കറിയാം നാട്ടിലെ ഇപ്പോഴത്തെ ചൂട് എൻ്റെ അമ്മോ സഹിക്കാൻ പറ്റില്ല. രണ്ടുപേര് തമ്മിൽ പരസ്പരം കണ്ടാൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്നല്ല ഇപ്പം ചോദിക്കുന്നത്. അയ്യോ ചൂട് സഹിക്കാൻ വയ്യേ, രാത്രി എങ്ങനെ ഉറങ്ങുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് കേരളത്തിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം കേരളത്തിന് പുറത്തുള്ളവരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ പിന്നെ നിങ്ങളെന്തോ ഇത്രയും നാൾ കേരളത്തിലല്ലേ ജീവിച്ചേ, ഈ ചൂടൊക്കെ എന്താണ് അത്രയ്ക്ക് വലിയ അനക്കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണാം. പക്ഷേ എല്ലാ വർഷത്തേക്കാളും കൂടുതലാണ് ഇപ്രാവശ്യത്തെ നമ്മുടെ നാട്ടിലെ ചൂടെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ അച്ചാറിടുന്ന വർക്ക് ഏരിയയാണിത്. അവിടെ ഒരു ഫാൻ ഇരിപ്പുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ജോസ്യൻ പറയുന്നുണ്ട് നിനക്കത് ഫിറ്റ് ചെയ്ത് തരാം. ഞാനാണ് സമ്മതിക്കാത്തത്. ഓപ്പൺ എയർ അല്ലേ, അതിൻ്റെ ആവശ്യമില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അത് ഫിറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് അത് ഒന്നുമില്ല, അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ കണക്ഷൻ കൊടുത്താൽ മതി. നേരത്തെ അവിടെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് അഴിച്ചു മാറ്റി അതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. പൊടിയോടുകൂടി തന്നെ ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുവാണ് എവിടെ വെക്കണം, എങ്ങനെ വെക്കണമെന്നൊക്കെ. ഇത് അങ്ങനെ വെക്കുന്ന ടൈപ്പ് അല്ലടാ ഫാന്, ഇത് വാൾ ഫാനാണ്. കണക്ഷൻ ഈ വഴിപ്പെടുമ്പോ ഈ വഴിപ്പെടുക എത്തത്തില്ല. ഇച്ചിരിയും കൂടെ കിട്ടിയാലേ ഇത് ഇച്ചിരിയും കൂടെ ഇങ്ങോട്ടോ. ഇത് കറക്റ്റ്. ഇങ്ങനെ ഇരുന്നാലും മതി, അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോളാം. എന്നാ പിന്നെ ഇത് ജസ്റ്റ് കെട്ടണ്ട, ആടെ ഇങ്ങനെ ഇരുന്നാ മതി. അശോ മതിയോ? ആടായിരിക്കും, ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. പൊടിയാ മൊത്തം തുമ്മുന്നു. ഗ്യാസ് തീർന്നേ, മറ്റേത് എടുത്ത് വെച്ചേക്കുക. വെയിറ്റ് ഉണ്ട്, കത്തുന്നില്ല, ഓഫായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. എനിക്ക് തോന്നുന്നു ഈ ഫാന് ഇങ്ങനെയും വെക്കാം, ഭിത്തിയിലും വെക്കാം. എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നു. ഇപ്പോൾ അച്ചാറിടുമ്പോൾ ഞാൻ ആ ഫാൻ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം ഗ്യാസ് നമുക്ക് ചെയ്യുന്നത് താഴെയാണല്ലോ വെച്ചിരിക്കുന്നത് സ്റ്റൗവ്. അപ്പോൾ അതില്ലാതെ ഒട്ടും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു വിധത്തിൽ രക്ഷപ്പെട്ട് പോകുന്നു എന്ന് പറയാം. ഈ ബ്രേക്ക്ഫാസ്റ്റോ രാത്രിയിലോ എങ്ങനെ എപ്പോഴാണെങ്കിലും നിങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയണേ. പലരും വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ് കേട്ടോ. അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയും പാകത്തിന്, ഇപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ 2 സ്പൂൺ റവയും എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതായത് വെള്ളം പരുവത്തിലാവണം കേട്ടോ. ഉപ്പും ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. അന്നോട്ടേ ഉള്ളൊരാഗ്രഹമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ അതിനകത്ത് മല്ലിയില ഇടാനായിട്ട് ഞാൻ ആദ്യം മല്ലിയില ഇട്ട് വെച്ചിരുന്നത് ഈ പാത്രത്തിലായിരുന്നു. എടുത്തു നോക്കിയപ്പോൾ ചില ഇലകളൊക്കെ അതിൽ നിന്ന് പന്നലാകാൻ തുടങ്ങി. അപ്പോൾ അതിനെ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതായത് പഴുത്തതും വാടിയതും അങ്ങനെയൊക്കെയുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇത്രയും വേസ്റ്റ് കിട്ടി കേട്ടോ. വീണ്ടും അതിനെ വേറെ ഒരു പാത്രത്തിലോട്ട്, ഇത് ഈ പാത്രത്തിൻ്റെ ജാലി അല്ല, ഇതിൻ്റെ ചെറിയൊരു പാത്രമാണ്. പക്ഷേ ഇല കൂടുതലുള്ളത് കൊണ്ട് വലിയൊരു പാത്രം എടുത്തിട്ട് ജാലി 2 അതിനകത്തോട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് മല്ലിയില ഇട്ട് അടച്ച് വെച്ച് കേട്ടോ. കാരണം ഒരിച്ചിരി മല്ലിയില, കറിവേപ്പില ഇതെന്നൊക്കെ പറയുന്നത്, പുതിനയില, ഇതൊക്കെ ഒരിത്തിരി കേടായ അഴുകിയ ഇലയുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി മൊത്തം നശിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കേണ്ട ഒരു സംഭവമാണിത്. അപ്പം ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇല്ലായിരുന്നു, പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത്തിരി കായപ്പൊടി എടുത്തിട്ടുണ്ട്. കാരണം റവയും പച്ചരി പൊടിയൊക്കെ ആണല്ലോ. അപ്പോൾ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കായം, ലേശം ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇടുന്ന വെജിറ്റബിൾസിൻ്റെയൊക്കെ നമുക്ക് കണക്കാക്കാം കേട്ടോ. മല്ലിയില ഇട്ടിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം ഇടണോ, എന്തൊക്കെ ഇടണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ഇടാം. നല്ല വെള്ളം പോലെ വേണം, അതാണ് മെയിൻ. പിന്നെ ഞാൻ ഇത്തിരി ഇതും ഇട്ടിട്ടുണ്ട്, ഇഞ്ചി പേസ്റ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം മെയിൻ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വെള്ളം പോലെ ഇങ്ങനെ ഒഴിക്കാൻ പരുവത്തിനായിരിക്കണം എടുക്കേണ്ടത്. ഒട്ടും കട്ടി പാടില്ല. അത് ദോശയുടെ കൂട്ട് പരത്തരുത്, ഇങ്ങനെ അങ്ങ് വീശി ഒഴിക്കണം. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കിയപ്പോൾ നെയ്യ് ഇട്ടു. ജോസന് നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ജോസന് നെയ്യില്ലാതെ എടുത്തു, എനിക്ക് നെയ്യ് ഇട്ടു എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ കാണുമ്പം ഇത്തിരി മാവുള്ളെങ്കിലും വേവാൻ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സമയം വേണം, പക്ഷെ നല്ല ക്രിസ്പിയാണ്.
ഇതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ചൂടോടെ കഴിക്കണം, തണുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല കേട്ടോ. ഇതിനൊന്നും വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ കൂട്ടാനൊന്നും ഇല്ലാതെയും കഴിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം മസാലകളും വെജിറ്റബിൾസും എല്ലാം അതിനകത്ത് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് നെയ്യിട്ട് കഴിച്ചതാണ് ഇഷ്ടപ്പെട്ടത്, പ്ലെയിനായിട്ട് കഴിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ജോസിന് എന്തോ നെയ്യിനോട് അത്ര ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ചൂടായിട്ട് കഴിക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ, ഒരു കട്ടിയും തോന്നിക്കുന്നുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും മാവ് ഒഴിക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ലൂസാക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. നല്ലതുപോലെ ഇളക്കി വേണം മാവ് അതിനകത്തേക്ക് ഒഴിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പരുവത്തിന് കിട്ടത്തില്ല. നല്ല ലൂസും ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചൂടോടെ കഴിക്കണം. കൊച്ചുള്ളി കാണുമ്പോഴേ അറിയായിരിക്കുമല്ലോ, പൊതുവേ നമ്മൾ കൊച്ചുള്ളി എടുക്കുന്ന ഒന്നി ഉള്ളി തീയലിനായിരിക്കും, അല്ലെ ഉള്ളി സാമ്പാറിനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബീഫായിരിക്കും. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള പീസുകളാണ് അച്ചാറിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. ഒട്ടും നെയ്യോ തൊലിയോ ഒന്നും ഇല്ലാതെ ഇത്തിരിയെങ്കിലും നെയ്യും കാണുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ ബീഫ് കറി വെക്കാനും എടുക്കാറുണ്ട്. പൊതുവെ എല്ലാവരും പറയും ഇത്തിരി നെയ്യോ ഒക്കെ വേണം കറിക്ക്, എങ്കിലാണ് ടേസ്റ്റ് എന്നത് ശരിയാണ്. ഇത്തിരി ഒരു നെയ്യോ ഒക്കെ വേണം, പക്ഷേ ഞങ്ങളങ്ങനെ എടുക്കാറില്ല കേട്ടോ. ഈ അച്ചാറിന് ഏതാ പരുവത്തിലാണോ എടുക്കുന്നത് അങ്ങനെ തന്നെ മേടിക്കാറാണ്. അപ്പം ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ആദ്യം ഇളക്കി യോജിപ്പിച്ചപ്പോൾ ഞാൻ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇടാൻ മറന്നുപോയി. ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് ഓർത്തത്. രണ്ടാമത് വീണ്ടും അതിട്ടിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എൻ്റെ കുക്കറിൽ ഞാൻ 2 വിസിലാണ് വരുത്തുന്നത് കേട്ടോ. അത് നിങ്ങളുടെ കുക്കറിൽ ഡിപ്പെൻഡാണ്. ബീഫ് വേവിക്കുമ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാറില്ല, ബീഫിൻ്റെ വെള്ളം ഇറങ്ങും, അത് മതി. അപ്പം കറിക്കായിട്ട് തൈര്, മോര് കറിക്കാണ്. മോരുകറിയും ബീഫും ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. എല്ലാവരും പറയും നോൺ വെജിൻ്റെ കൂടെ മോരുകറി പാടില്ല എന്ന്, മീൻ കറിയുടെ കൂടോ ബീഫിൻ്റെ കൂടെ ഒക്കെ പാടില്ല എന്ന്. പക്ഷേ ക്രിസ്ത്യൻസിൻ്റെ സദ്യകളിൽ പോയാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ബീഫും മോര്, അല്ലെങ്കിൽ മീനെ മോര്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മീനും മോരും എന്തുകൊണ്ടാണ് കഴിച്ചുകൂടാന്ന് പറയുന്നതെന്ന്. അപ്പോൾ എപ്പം മോരിന് കാച്ചാനായിട്ട് എടുത്താലും ഞാൻ അതിൽ നിന്നും കുറച്ച് പച്ചമോര് കുടിക്കാനായിട്ട് മാറ്റാറുണ്ട് കേട്ടോ. അതിനുശേഷം കടുക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് ലാസ്റ്റിൽ മൂക്കുമ്പോൾ ഒരിത്തിരി കളറിന് വേണ്ടി മുളക് പൊടിയും കൂടി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന മോരുണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഉലുവാപ്പൊടിയും ചേർക്കാം. എല്ലാവർക്കും അറിയാമല്ലോ മോര് യാതൊരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, അതിനകത്തൊന്ന് ആവി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ബീഫ് വിസിൽ വന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കൊച്ചുള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിയിൽ ഈ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത്. ഇപ്പോൾ കൊച്ചുള്ളി നല്ലതുപോലെ ഒന്ന് വഴട്ടാം. വഴളാൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. പലപ്പോഴും ഈ കൊച്ചുള്ളി ഉണ്ടെങ്കിലും പൊളിക്കാനുള്ള മടിയുണ്ട്. ഞാൻ സവാളയിൽ ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ പോലെ ആയിരിക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരും എന്നാണ് എൻ്റെ വിശ്വാസം. ചില മടികളുണ്ടല്ലോ നമുക്ക്, സാധനം കയ്യിലുണ്ടെങ്കിലും എടുക്കാനുള്ള മടി. അതുപോലെ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട കറികൾക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടിയുണ്ട്. പശുവിൻ പാലിൽ പരിപാടികൾ നടത്താറുണ്ട്, ഞാനും അത് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില തട്ടിക്കൂട്ട് പരിപാടികൾ. ബീഫ് കറിക്ക് തേങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് കണ്ടിട്ട് ഇതുവരെ തേങ്ങ ഇട്ടിട്ടില്ലാത്ത കുറേ പേര് അതിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന്. ഞാൻ ഫസ്റ്റ് ഗ്രേഡ് കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ വേവിക്കാൻ വേണ്ടി മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം നല്ല എരിയുണ്ട്, അതുകൊണ്ട്. അതിനുശേഷം ഉള്ളി മൂത്തപ്പോൾ അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഗരം മസാല ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച്, ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇതാണ് ബീഫ് കറി. വറ്റിച്ചെടുക്കുന്നത് നമ്മുടെ ഇഷ്ടം. ഇത് നല്ലതുപോലെ വറ്റിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല റോസ്റ്റാക്കി എടുക്കുന്നവരും ഉണ്ട്, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് തേങ്ങയുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബീഫ് കറിക്ക് നിങ്ങളിവിടെ കടുക് താളിക്കാറുണ്ട്. എൻ്റെ അമ്മ ചെയ്യുന്നത് കൊണ്ടുള്ള ശീലമാണ് എനിക്ക്. നല്ലതുപോലെ കടുകും കൊച്ചുള്ളിയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങോട്ട് താളിച്ചങ്ങോട്ട് ഒഴിക്കണം. എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ?
പല നാട്ടിലും ബീഫിന് കടുതാളിക്കുന്നു അല്ലെങ്കിൽ ചിക്കൻ കറിക്ക് കടുതാളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അയ്യേ അങ്ങനാണോ ഇങ്ങനാണോ എന്നൊക്കെ പലരും കമന്റ് ഇടുന്ന പല വീഡിയോകളിലും കമന്റ് ഇടുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഓരോ നാട്ടിലെയും രീതികളല്ലേ, ഓരോ കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നവരും ഓരോ നാട്ടിലെ രീതികളല്ലേ ഫോളോ ചെയ്യുന്നത്. അവരുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കടുതാളിക്കുന്ന കണ്ടിട്ട് പല നാട്ടിലെയും അങ്ങനെ ചെയ്യാത്തവർ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്ക് പറയാറുണ്ട് കേട്ടോ. എന്നാൽ അത് ഇഷ്ടമല്ലാത്തവരും കാണും. അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡിയാണ്. മോര് കറി, ബീഫ് കറി. ഇതെന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്ക് വെച്ച് ക്യാരറ്റും പൈനാപ്പിളും ഒരു അച്ചാറിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് 2 ദിവസം കൊണ്ട് തന്നെ മൊത്തം സെയിലായി. അത് മേടിച്ച ഒരു കസ്റ്റമർ എനിക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതായിരുന്നു കേട്ടോ. ഞാൻ അതിന് ശേഷം അങ്ങനെ അത് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് മറ്റ് അച്ചാറുകളുടെ കൂട്ട് വെച്ചിരിക്കാൻ പറ്റില്ല. അത് ഇരിക്കും തോറും പൈനാപ്പിൾ അങ്ങ് സ്മാഷായി വെള്ളമൊക്കെ ഇറങ്ങുന്നത് പോലെ എനിക്ക് ഫീലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാഞ്ഞത് കേട്ടോ. അതായത് ഒരുമിച്ചൊരു ഓർഡർ കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമുക്ക് മറ്റുള്ള അച്ചാർ നാരങ്ങ, നെല്ലിക്ക, മാങ്ങ ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കണക്ക് അത് വിട്ട് വെക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് അങ്ങനെ ഫീലായി. ഇത് ഇപ്പം ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി അല്ലല്ലോ, ഒത്തിരി അല്ലേ ഇടുന്നത്. ഇത് ഞാൻ അച്ചാറിടാൻ വേണ്ടി നാരങ്ങ ഡേറ്റ്സിന് വേണ്ടി എടുത്ത ഡേറ്റ്സ് ആണ്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാം അച്ചാറിന് ഇത്രയും ഈ ഡേറ്റ്സ് അല്ല പൊതുവേ യൂസ് ചെയ്യുന്നത്. ഇത്തിരി കൂടി നല്ല കുഴകുഴായിരിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഞാനിതിൽ കാഷ്യൂ ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഈ നാരങ്ങ ഡേറ്റ്സിന് വലിയ മധുരവും കാണത്തില്ല, എന്നാലൊട്ട് വലിയ പുളിയും കാണത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ്, മേടിച്ചവർക്കറിയാം. അപ്പോൾ മറ്റത് ഞാൻ മേടിക്കാത്തതെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര കുഴകുഴായിരിക്കുന്നത്. വില കുറവാണ്, അതിന് തീരെ വില കുറവാണ്. എങ്കിലും ഞാൻ ഒരു പ്രാവശ്യം സാമ്പിളിന് മേടിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൽ പഞ്ചസാര വെള്ളമാണോ ഒഴിച്ചിരിക്കുന്നതെന്ന് പോലും എനിക്കൊരു സംശയം. അത്രയ്ക്ക് കുഴഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ടൈപ്പാണ് അച്ചാറിന് വേണ്ടത്, നല്ല മധുരമുള്ളതും ഇത്തിരി കുഴഞ്ഞിരിക്കുന്നതും. പക്ഷേ ഞാൻ അതിനകത്തല്ല ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിക്കാൻ മേടിക്കുന്ന ഡേറ്റ്സ് ആണ് യഥാർത്ഥത്തിൽ ഇത്, അതിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല. വീണ്ടും ഉടനെ വരാമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ. ഗോഡ് ബ്ലസ് യു.